എല്ലാവർക്കും അൻസു ടോക്കീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹരികുമാർ ഗോവിന്ദൻ. അതായത് ചില സത്യങ്ങളുണ്ടല്ലോ, നമുക്ക് എത്രയൊക്കെ പരിശ്രമിച്ചാലും ചില സത്യങ്ങൾ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും. ഒരു സത്യം ഞാൻ പറയാം. കള്ളം കാലിൽ ചെരുപ്പണിഞ്ഞ് ലോക പര്യടനം പൂർത്തിയാക്കി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സത്യം നടത്താൻ ആരംഭിക്കുന്നത് പോലും. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് നമ്മുടെ ചിത്രം, ഓർമ്മയാണ്. അതില് മോഹൻലാലും രഞ്ജിനിയും യഥാർത്ഥ ഭാര്യയും ഭർത്താവും അല്ല എന്ന സത്യം അവർ ലോകത്തോട് പറയാതെ ഒളിച്ചു വയ്ക്കാൻ കഴിവതും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സത്യസന്ധമായും ഒരാൾക്കറിയാം. ആർക്കാണെന്നറിയാലോ? ശ്രീനിവാസൻ അറിയാം ഇവർ യഥാർത്ഥ ഭാര്യയും ഭർത്താവും അല്ല. അതിനുവേണ്ടി പുള്ളി എല്ലാ തെളിവുകളും സംഭരിക്കും. ഈ തെളിവുകളെല്ലാം പുള്ളി ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അവർ യഥാർത്ഥ ഭാര്യ ഭർത്താവും അല്ല, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഇത് തേങ്ങയല്ല, ഇത് മാങ്ങയല്ല, ഇത് ചക്കയല്ല, അവൻ അവളുടെ ഭർത്താവും അല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഒരിടത്ത് പോലും എന്ത് സംഭവിക്കുന്നില്ല? സത്യം പുറത്തു വരുന്നില്ല. അവരത്രയും സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം യഥാർത്ഥ കള്ളൻ എപ്പോഴും നിൽക്കാൻ അറിയാം. അവൻ സ്വീറ്റായിട്ട് സംസാരിക്കും. അവന്റെ രൂപം, അവന്റെ ഭാവം, അവന്റെ ചലനങ്ങൾ, അവന് ചുറ്റിലും അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ, അതെല്ലാം തന്നെ നമ്മളെ വിശ്വാസത്തിന്റെ പടുകുഴിയിൽ കൊണ്ട് ചാടിക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു സത്യം അവർ മനസ്സിലാക്കത്തില്ല. എന്ത് മനസ്സിലാക്കത്തില്ല? ചതി മനസ്സിലാക്കത്തില്ല. അവന്റെ ലക്ഷ്യം മനസ്സിലാക്കില്ല. അവന്റെ കള്ളം, അവന്റെ ഉദ്ദേശം. യഥാർത്ഥ കള്ളൻ എപ്പോഴും ശരിക്കും പറയുകയാണെങ്കിൽ അതിസുന്ദരനും സുമുഖനും ആളുകളെ സംസാരിച്ച് വീഴ്ത്താൻ അതിഭയങ്കരമായ കഴിവുള്ളവനുമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ വളരെ സുന്ദരനും സുമുഖനുമായ ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ബാക്കി ബന്ധുക്കൾ എല്ലാവരെയും മുൻനിർത്തി ഒരു 50,000 രൂപ ക്ലീനായിട്ട് പറ്റിച്ചുകൊണ്ട് പോയി. ഇന്ന് വരെ അയാൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു അവൻ ആ 50,000 രൂപ പറ്റിച്ചുകൊണ്ട് പോയവൻ പിന്നെ അനുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്ന്. ഞാൻ അറിഞ്ഞു അത് സത്യം. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉറക്കെ ഓർമ്മിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ശ്രീനിവാസന്റെ കഥാപാത്രം തന്നെ അതിനകത്ത് മൊത്തം പുള്ളി പറഞ്ഞു നടക്കുകയാണ് ഇങ്ങനെ, അവൻ അവളുടെ ഭർത്താവല്ല, അവൾ അവന്റെ ഭാര്യയുമല്ല എന്ന് പറഞ്ഞ് പുള്ളി സ്ഥാപിക്കാൻ ആകുന്നത്ര ശ്രമിച്ചു. നടന്നോ? ഇല്ല. പക്ഷെ സത്യം അവസാനം പുറത്തു വന്നല്ലോ. അതുപോലെ തന്നെയാണ് നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്നല്ലേ, നമുക്ക് ദൃശ്യം സിനിമയിലേക്ക് പോവാം. ദൃശ്യത്തില് വരുൺ പ്രഭാകരനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അല്ലേ? യഥാർത്ഥത്തിൽ ജോർജ് കുട്ടിയും ഭാര്യയും അവരുടെ കുടുംബവുമാണ് വരുൺ പ്രഭാകരന്റെ മരണത്തിന് പിന്നിലെന്നുള്ള സത്യം ആർക്കറിയാം? പോലീസുകാരൻ സഹദേവൻ അറിയാം. പക്ഷെ സഹദേവൻ പറഞ്ഞിട്ട് ഇതാരും വിശ്വസിക്കില്ല, ആരും സഹദേവൻ അംഗീകരിക്കില്ല. അവസാനം എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലും പോലെയാണ് സഹദേവനെ തല്ലിയത്. ശരിയല്ലേ? സത്യം പറയുന്നവനെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് ആർക്കറിയാം? സഹദേവൻ അറിയാം. പക്ഷെ സഹദേവന് ഈ സത്യം ശരിക്കും സത്യമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ അയാൾക്കറിയില്ല. അയാളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. പക്ഷെ ഈ തെളിവുകൾ സമൂഹ മധ്യത്തിൽ അയാൾക്ക് ചിലപ്പോൾ പ്രദർശിപ്പിക്കാൻ അതിൻ്റെതായ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യും. ഈ സന്ദർഭത്തിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? അടുത്ത പോംവഴികളെ കുറിച്ച് ആലോചിക്കുന്നത്. ആ ആലോചന എങ്ങും എത്തുന്നില്ല. പക്ഷെ അവിടെയും ഞാനൊരു കാര്യം ഉറപ്പു പറയുന്നു, സത്യം ഒരു നാൾ മറന്നെങ്കിൽ പുറത്തു വരിക തന്നെ ചെയ്യും. അത് പുറത്തു വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 3-ാം ഭാഗത്തിനായി. ആ 3-ാം ഭാഗത്തിലെങ്കിൽ ഈ സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അതല്ലേ അതിൻ്റെ ഒരു ശരി. കൊലപാതകത്തിന് പിന്നിൽ അതിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ശരിക്കും പറഞ്ഞാൽ സത്യം നിയമത്തിന് മുന്നിൽ അത് തെളിയുക തന്നെ വേണം. അതാണല്ലോ നമ്മുടെ രാജ്യത്തെ ഒരു നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ, എന്തിനധികം ആ അമ്പലത്തിൻ്റെ കട്ടളപ്പടി വരെ ഇളക്കി കൊണ്ടുപോയിരിക്കുന്നു. ആരാണ് ചെയ്തത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് തർക്കം നടക്കുന്നു.
അവിടെ ഒരു പോറ്റിയുടെ പേര് പറയപ്പെടുന്നു. നമുക്കറിയാം, ഒരു പോറ്റി, സാധാരണക്കാരനായ ഒരു പോറ്റി വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ഇത്രയും ലോകപ്രസിദ്ധമായ ഒരു അമ്പലം, ലോകത്ത് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു അമ്പലം, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു മേൽക്കൂരയും അതിൻ്റെ അവിടുത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ അയാൾ പൊളിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. പകരം ചെമ്പ് കൊണ്ടുവരും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇതുമല്ല, ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായിരിക്കുന്നത് കൊണ്ടാണ് ഈ മോഷണം അവിടെ സാധ്യമായിരിക്കുന്നത്. പക്ഷേ എങ്കിലും നിരാശപ്പെടേണ്ട, ഒരു ഭക്തരും നിരാശപ്പെടേണ്ടതില്ല. കാരണം അയ്യപ്പസ്വാമി അതിശക്തനാണ്. എന്നായാലും ശരി, സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു സത്യവും ഇന്നോളം പുറത്തു വരാതിരുന്നിട്ടില്ല. എല്ലാ സത്യവും ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതിനായി നമുക്ക് കാത്തിരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ.